Hi all, this is Shoni from Cato Learning. Cato Learning related ആയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് 1 or 2 minutes ഞാൻ എടുക്കുക. ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും എക്കണോമിക് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാംസുമാണ് ഈ ഒരു ചാനലിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടാകാം, ഓൾറെഡി നമ്മുടെ വീഡിയോസ് കണ്ടവരുണ്ടാകാം. നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഓരോ ക്ലാസ്സസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രോത്സാഹനവുമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ UGC നെറ്റ് എക്കണോമിക്സ്, കേരള സെറ്റ് എക്കണോമിക്സ്, CUT PG എക്കണോമിക്സ്, ദെൻ കേരള PSCയിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ്, സ്പെസിഫിക്കലി HSST എക്കണോമിക്സ്, കൊളീജിയറ്റ് എക്സാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇതുകൂടാതെ ഈ എക്സാംസിനെല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സസ് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, നോട്ട്സ്, PPT, ടെസ്റ്റ് പേപ്പേഴ്സ്, അതുകൂടാതെ ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഓരോ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ചില ലൈവ് സെഷൻസ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ മെറ്റീരിയൽസും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോസിന്റെ അടിയിലും നമ്മുടെ നമ്പർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. അപ്പൊ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഏറ്റവും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തുകൊണ്ടാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിള് ഒരു രാജ്യത്തിനെ അപേക്ഷിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആകുന്നത്, ഏത് സിനോറിയയിലാണെന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് ഒരു ഡെവലപ്പിംഗ് നേഷൻ അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ കൈൻഡ് ഓഫ് റിസോഴ്സസും അവൈലബിൾ അല്ല. അപ്പം നമുക്ക് സ്കേഴ്സ് ആയിട്ടുള്ള ചില റിസോഴ്സസിന് അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ അല്ലാത്ത ചില കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം, മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പൊ ഇങ്ങനെ മറ്റു രാജ്യങ്ങളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന സാഹചര്യത്തില് ഇവര് തമ്മിലുള്ള ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ ഒരിക്കലും നമ്മുടെ ഡൊമസ്റ്റിക് കറൻസി കൊണ്ട് നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ പോസിബിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇന്റർനാഷണൽ കറൻസീസിന്റെ ആവശ്യം അവിടെ ഉണ്ടാവുകയാണ്. അപ്പം ഇങ്ങനെ ഒരു കറൻസി മറ്റൊരു കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് വിളിക്കുക. അപ്പം ഒരു ഡൊമസ്റ്റിക് കറൻസി ഒരു ഫോറിൻ കറൻസിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫോറിൻ കറൻസി ഒരു ഡൊമസ്റ്റിക് കറൻസിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഈ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക് പോളിസിയെ അല്ലെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡിനെ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്ലോനെ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേരിയബിൾ ആണ്. നമ്മൾ മോണിറ്ററി പോളിസി പഠിക്കുമ്പം അവിടുത്തെ ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു എക്സ്റ്റേണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സ്റ്റേണൽ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു രാജ്യത്തിന് ഉണ്ടാകേണ്ടത് എന്താണ്, അവരുടെ എക്സ്ചേഞ്ച് റേറ്റിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, ഒരു പർട്ടിക്കുലർ കറൻസി മറ്റൊരു കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് വിളിക്കുക. ഇനി ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താ കാണിക്കുക, ഏത് റേറ്റിലാണോ ഈ എക്സ്ചേഞ്ച് നടക്കുന്നത് അതിനെയാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ദ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് എ റേറ്റ് അറ്റ് വിച്ച് the currency of one country is exchanged for the currency of the other country. അപ്പം ഒരു രാജ്യത്തിന്റെ കറൻസി മറ്റൊരു രാജ്യത്തിന്റെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ റേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുക. അപ്പൊ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഒരു രാജ്യത്തിന്റെ കറൻസി മറ്റൊരു കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി ആണെന്ന്. അപ്പം ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഏത് റേറ്റിലാണോ ഈ കൺവേർഷൻ പോസിബിൾ ആകുന്ന ആ റേറ്റിനെയാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുക. അപ്പം ഈ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ഒരു കറൻസി യൂസ് ചെയ്താലാണ് നമുക്ക് മറ്റൊരു കറൻസി ബൈ ചെയ്യാൻ സാധിക്കുക. നമ്മൾ സാധനങ്ങൾ ബൈ ചെയ്യുന്ന പോലെ തന്നെ ഒരു പർട്ടിക്കുലർ കറൻസി എത്രമാത്രം കൊടുത്താലാണ് നമുക്ക് മറ്റൊരു കൺട്രിയുടെ കറൻസി നമുക്ക് കിട്ടുക, അതിനെയാണ് നമ്മൾ
ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുക. അപ്പം ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിനെ രണ്ട് രീതിയിൽ നമ്മൾ ബേസിക്കലി കോട്ട് ചെയ്യാറുണ്ട്. ഒന്ന് ഒരു ഡയറക്റ്റ് കൊട്ടേഷൻ ആണ്, മറ്റൊന്ന് ഇൻഡയറക്റ്റ് കൊട്ടേഷൻ ആണ്. അപ്പൊ ഡയറക്റ്റ് കൊട്ടേഷനിൽ നമ്മൾ പറയുന്നത് ഒരു യൂണിറ്റ് ഫോറിൻ കറൻസി ബൈ ചെയ്യാൻ എത്രമാത്രം ഡൊമസ്റ്റിക് കറൻസി നിങ്ങൾക്ക് വേണം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡയറക്റ്റ് കൊട്ടേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡെഫിനിഷൻ എന്താണ്, ഇറ്റ് ഈസ് എക്സ്പ്രസ് ദ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ഡൊമസ്റ്റിക് കറൻസി പെർ യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി. അപ്പം ഒരു യൂണിറ്റ് ഫോറിൻ കറൻസി ബൈ ചെയ്യാൻ നിങ്ങൾ എത്രമാത്രം ഡൊമസ്റ്റിക് കറൻസിനെ യൂസ് ചെയ്യണം, അതാണ് ഡയറക്റ്റ് കൊട്ടേഷൻ. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു $US ബൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എത്രമാത്രം ഇന്ത്യൻ റുപ്പീസ് ആവശ്യമാണ്, അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് കൊട്ടേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇൻഡയറക്റ്റ് കൊട്ടേഷൻ എന്തായിരിക്കും, ഇറ്റ് എക്സ്പ്രസസ് ദ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി പെർ യൂണിറ്റ് ഓഫ് ഡൊമസ്റ്റിക് കറൻസി. ഒരു യൂണിറ്റ് ഡൊമസ്റ്റിക് കറൻസി ബൈ ചെയ്യാൻ നിങ്ങൾ എത്രമാത്രം ഫോറിൻ കറൻസി കൊടുക്കണം, അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് കൊട്ടേഷൻ എന്ന് വിളിക്കുക. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഡയറക്റ്റ് കൊട്ടേഷനും ഇൻഡയറക്റ്റ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഡയറക്റ്റ് കൊട്ടേഷനിൽ നമ്മൾ കാണുന്നത് ഒരു യൂണിറ്റ് ഫോറിൻ കറൻസി ബൈ ചെയ്യാൻ നിങ്ങൾ എത്രമാത്രം ഡൊമസ്റ്റിക് കറൻസി കൊടുക്കേണ്ട വരുന്നു. $1 ബൈ ചെയ്യാൻ നിങ്ങൾ ഏകദേശം 90 ഇന്ത്യൻ റുപ്പി കൊടുക്കേണ്ടതായിട്ട് വരുന്നു, അതിനെയാണ് ഡയറക്റ്റ് കൊട്ടേഷൻ. ഇൻഡയറക്റ്റ് കൊട്ടേഷനിലേക്ക് വരുമ്പോൾ എന്താണ്, ഒരു യൂണിറ്റ് ഡൊമസ്റ്റിക് കറൻസി അതായത് ഇന്ത്യൻ റുപ്പി ബൈ ചെയ്യാൻ നിങ്ങൾ എത്രമാത്രം $US കൊടുക്കേണ്ടി വരുന്നു, അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് കൊട്ടേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ തന്ന പോലെ ഒരു ഇന്ത്യൻ റുപ്പി ബൈ ചെയ്യാൻ അവിടെ എത്രയാണ്, $0.01 കൊടുത്താൽ മാത്രമാണ് സാധിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ കൺവേർഷൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ കൺവേർഷന്റെ കൺവേർഷൻ നടത്തേണ്ടത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്? നമുക്കറിയാം ഇന്റർനാഷണൽ കറൻസിയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ അല്ലെ, നമുക്ക് ഒരു അമേരിക്കയിൽ നിന്നൊരു സാധനം ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ അമേരിക്കയിൽ ഒരു സാധനം നമുക്ക് ബൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരിക്കലും ഇന്ത്യൻ റുപ്പി കൊണ്ട് സാധ്യമാകില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, അമേരിക്കൻ കറൻസിയിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള $US അത് സാധ്യമാകത്തുള്ളൂ. അപ്പൊ $US നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇന്ത്യൻ റുപ്പി കൊടുത്ത് $US ബൈ ചെയ്താലേ നമുക്ക് ഇമ്പോർട്ട് പോസിബിൾ ആകത്തുള്ളൂ. ഇനി എക്സ്പോർട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ്, ഫോറിനേഴ്സിനെ അപേക്ഷിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഒരു എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ഇന്ത്യൻ റുപ്പീസിന്റെ ആവശ്യമാണ്. അപ്പം ഈ $US ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്താലേ ഈ എക്സ്ചേഞ്ച് പോസിബിൾ ആകത്തുള്ളൂ. അപ്പം എക്സ്പോർട്ടിനെയും ഇമ്പോർട്ടിനെയും അഫക്ട് ചെയ്യുന്ന ഒന്നാണ് ഈ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം റെമിറ്റൻസിന്റെ കേസൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം ഈ പറയുന്ന സിറ്റുവേഷൻസിലെല്ലാം ഈ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആണ് ഒരു എക്കോണമിയിൽ. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന റുപ്പിയുടെ മൂല്യം എന്തുകൊണ്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പൊ എന്താണ് 90 രൂപയ്ക്ക് അടുത്തോ അല്ലെങ്കിൽ 90 രൂപയ്ക്ക് മേളിലോ ആണ് ഇപ്പം റുപ്പിയുടെ മൂല്യം എവിടെ, ഈ പറയുന്ന $US. അപ്പം ഈ മൂല്യം പറയുന്നത് യൂഷ്വൽ കേസസിൽ നമ്മൾ ഡയറക്റ്റ് കൊട്ടേഷനിലാണ് നമ്മൾ പറയുന്നത് എന്താണ്, ഒരു $US ബൈ ചെയ്യാൻ എത്രമാത്രം ഇന്ത്യൻ റുപ്പീസ് വേണമെന്ന്. അപ്പം ചില സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ സിനോറിയോസിൽ ഇതിന് തിരിച്ചു പറയാറുണ്ട്, ഒരു ഇന്ത്യൻ റുപ്പി ബൈ ചെയ്യാൻ എത്രമാത്രം $US ആവശ്യമാണെന്നുള്ളത്. അപ്പൊ ഈ രണ്ട് കൈൻഡ് ഓഫ് കൊട്ടേഷൻസ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ ഇനി നമ്മൾ പോകുന്ന കുറച്ച് ടേമുകളിലേക്കാണ്. ആ ടേമുകളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് അപ്രീസിയേഷൻ എന്നുള്ളത്. അപ്പം അപ്രീസിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആണോ? ഈ ഡയറക്റ്റ് കൊട്ടേഷൻ, ഇൻഡയറക്റ്റ് കൊട്ടേഷൻസ് ഒന്ന് പറയാമോ ചാറ്റ് ബോക്സിൽ, ക്ലിയർ ആണോന്ന്? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തത് ഈ അപ്രീസിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത്. അസേർഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അപ്രീസിയേഷൻ ഓഫ് ഡൊമസ്റ്റിക് കറൻസി മീൻസ് എ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് ഡൊമസ്റ്റിക് കറൻസി. അപ്രീസിയേഷൻ ലീഡ് ടു ഇൻക്രീസ് ഇൻ ദി എക്സ്പോർട്ട്. അപ്പം നമുക്കറിയാം അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നിരിക്കുന്നത്. ആ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണോ അതോ തെറ്റാണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് അപ്രീസിയേഷൻ ഓഫ് ഡൊമസ്റ്റിക് കറൻസി മീൻസ് എ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് ഡൊമസ്റ്റിക് കറൻസി. അപ്പൊ എന്താ അപ്രീസിയേഷൻ എന്നുള്ളത് നമുക്ക് കാണണം അല്ലെ. അപ്പൊ അപ്രീസിയേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ബേസിക്കലി അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുക. അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കറൻസിന്റെ വാല്യൂ കമ്പയർഡ് ടു അതർ കറൻസി ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇത് വിളിക്കുക അപ്രീസിയേഷൻ എന്ന് വിളിക്കുക. അപ്പൊ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കറൻസിന്റെ വാല്യൂ
നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ചിലപ്പോൾ ഡൊമസ്റ്റിക് കറൻസി ആകാം, ഫോറിൻ കറൻസി ആകാം. അപ്പൊ ഏത് കറൻസിയാണോ കൺസിഡർ ചെയ്യുന്നത്, ആ കൺസിഡർ ചെയ്യുന്ന കറൻസിന്റെ വാല്യൂ കമ്പയർഡ് ടു അതർ കറൻസി ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അപ്രീസിയേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് when the value of the domestic currency increases compared to the foreign currency. അപ്പൊ ഡൊമസ്റ്റിക് കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇന്ത്യൻ റുപ്പി ആണെങ്കിൽ ഇന്ത്യൻ റുപ്പീന്റെ വാല്യൂ കമ്പയർഡ് ടു US ഡോളറിൽ ഉണ്ടാകുന്ന ഇൻക്രീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അപ്രീസിയേഷൻ എന്ന് വിളിക്കുക. അപ്പം എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഇനിഷ്യലി 85 റുപ്പീസ് കൊടുത്തിരുന്നെങ്കിൽ എന്ത് കിട്ടിയിരുന്നേ, US ഡോളർ കിട്ടിയിരുന്നേ. ഇനി അവിടെ ഒരു ചേഞ്ച് വരുവാണ്, ഈ ഫോറിൻ എക്സ്ചേഞ്ചിൽ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റിൽ ഒരു ചേഞ്ച് വരുവാണ്. ആദ്യം 85 രൂപ കൊടുത്താൽ മാത്രമായിരുന്നു നിങ്ങൾക്ക് ഒരു US ഡോളർ കിട്ടിയിരുന്നേ. ഇപ്പം 80 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു US ഡോളർ കിട്ടും. അതിന്റെ അർത്ഥം എന്തുവാ, നമ്മുടെ ഡൊമസ്റ്റിക് കറൻസിന്റെ വാല്യൂ കൂടി, അതായത് ലെസർ ആയിട്ടുള്ള റുപ്പി കൊടുത്താൽ മതി ഒരു US ഡോളർ കിട്ടാൻ. അപ്പൊ നമ്മൾ എഫക്റ്റീവ്ലി പറയുമ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ, ഇന്ത്യൻ റുപ്പിക്ക് അപ്രീസിയേഷൻ സംഭവിച്ചു, US ഡോളറിന് ഡിപ്രീസിയേഷൻ സംഭവിച്ചു. അപ്പൊ ഇതിന് രണ്ട് സൈഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും പറയുന്ന സമയത്ത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതാ, ഏത് കറൻസിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഡൊമസ്റ്റിക് കറൻസി ആണോ കൺസിഡർ ചെയ്യുന്നത്, ഫോറിൻ കറൻസി ആണോ കൺസിഡർ ചെയ്യുന്നത്. ഒരു ഇന്ത്യൻ, ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ഇന്ത്യൻ സിറ്റിസനെ അപേക്ഷിച്ച് അവർക്ക് എന്താ സംഭവിക്കുന്നത്, ഇന്ത്യൻ റുപ്പിക്ക് അപ്രീസിയേഷൻ സംഭവിച്ചിരിക്കുക. കാരണം ആദ്യം 85 രൂപ കൊടുത്താലേ ഒരു US ഡോളർ കിട്ടത്തുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്, 80 രൂപ കൊടുത്താൽ ഒരു US ഡോളർ കിട്ടും. അപ്പം എന്താണ്, US ഡോളർ ചീപ്പറായി, അല്ലെങ്കിൽ US ഡോളറിന്റെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്തു, ഇന്ത്യൻ റുപ്പീന്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? അതായത് ഇവിടെ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ നോക്കുമ്പോൾ എന്താണ്, ഇനീഷ്യലി 85 രൂപ കൊടുത്താലേ 1 രൂപ കിട്ടത്തുള്ളായിരുന്നു. ഇപ്പൊ എന്താണ്, 80 രൂപ കൊടുത്താൽ ഒരു US ഡോളർ കിട്ടുന്നു. അപ്പൊ ഇവിടെ എന്താണ്, ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ഇന്ത്യ ഒരു കൺസിഡർ ചെയ്യുന്ന കറൻസിയുടെ, അതല്ലെങ്കിൽ ഡൊമസ്റ്റിക് കറൻസിന്റെ വാല്യൂ കമ്പയർഡ് ടു ഫോറിൻ കറൻസി ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അപ്രീസിയേഷൻ എന്ന് വിളിക്കുക. ഇനി ഡിപ്രീസിയേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന വാല്യൂ അത് ഡൊമസ്റ്റിക് കറൻസി ആണെങ്കിൽ ഡൊമസ്റ്റിക് കറൻസിന്റെ വാല്യൂ കമ്പയർഡ് ടു ഫോറിൻ കറൻസിയിൽ ഉണ്ടാകുന്ന ഡിക്രീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുക. അപ്പം ഡിപ്രീസിയേഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ നോക്കിയേ, ഇനിഷ്യലി 85 റുപ്പീസ് കൊടുത്താലായിരുന്നു നിങ്ങൾക്ക് 1 US ഡോളർ കിട്ടിയിരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് 90 റുപ്പീസ് കൊടുത്താലേ 1 US ഡോളർ കിട്ടത്തുള്ളൂ. അപ്പൊ കൂടുതൽ രൂപ കൊടുത്താലേ ഒരു ഡോളർ ഇപ്പൊ കിട്ടൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ, ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തു, ഇന്ത്യൻ റുപ്പീന്റെ വാല്യൂ കുറഞ്ഞു, US ഡോളറിന്റെ വാല്യൂ കൂടി, അല്ലെങ്കിൽ US ഡോളറിന് അപ്രീസിയേഷൻ സംഭവിച്ചു. അപ്പം ആദ്യത്തെ കേസിൽ അപ്രീസിയേഷന്റെ കേസിൽ, ഡൊമസ്റ്റിക് കറൻസിയുടെ അപ്രീസിയേഷന്റെ കേസിൽ എന്താണ്, ഡൊമസ്റ്റിക് കറൻസിന്റെ വാല്യൂ കൂടി, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കറൻസിക്ക് അപ്രീസിയേഷൻ സംഭവിക്കോ, ഫോറിൻ കറൻസിക്ക് ഡിപ്രീസിയേഷൻ സംഭവിച്ചു. ഈ ഡൊമസ്റ്റിക് കറൻസിയുടെ ഡിപ്രീസിയേഷന്റെ സിറ്റുവേഷനിൽ ഡൊമസ്റ്റിക് കറൻസിന്റെ വാല്യൂ എന്ത് സംഭവിച്ചു, ഡിക്രീസ് ചെയ്തു, ഫോറിൻ കറൻസിയുടെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പം ഈ രണ്ട് സിറ്റുവേഷൻ, അപ്പൊ അപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ പറയുന്ന സമയത്ത് നമ്മൾ കറൻസിനെ കൺസിഡർ ചെയ്യണം. ഏത് കറൻസിയാണ്, ഡൊമസ്റ്റിക് കറൻസി ആണോ ഫോറിൻ കറൻസി ആണോ നമ്മൾ കൺസിഡർ ചെയ്യാന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അവിടെ മിസ്റ്റേക്സുകൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം യൂഷ്വൽ കേസസിൽ നമ്മൾ ഡൊമസ്റ്റിക് കറൻസിനെ ബേസ് ചെയ്തിട്ടാണ് അപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ സംഭവിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, ഈ അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും ഉണ്ടാകുന്നത് എങ്ങനെയാണ്, മാർക്കറ്റിലെ ഡിമാൻഡ് സപ്ലൈ ഇന്ററാക്ഷൻ വഴിയാണ്. ഒരു എക്സാമ്പിൾ നോക്കുക, ഇന്ത്യ എന്ത് ചെയ്യുന്നു, ഒരുപാട് എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ആണ് കൂടുതൽ. അപ്പൊ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് കൂടുതലായി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാണ്, ഇന്ത്യയിൽ എക്സ്പോർട്ട് കൂടുമ്പോഴത്തേനും ആളുകൾ, ഫോറിൻ നാഷണൽസിന് അല്ലെങ്കിൽ ഫോറിൻ സിറ്റിസൺസിന് എന്ത് ചെയ്യണം, ഇന്ത്യൻ റുപ്പി ഒരുപാട് ആവശ്യമായിട്ട് വരികയാണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, ഇന്ത്യൻ റുപ്പിനെ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു. അപ്പൊ ഡിമാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഏതൊരു സാധനത്തിന്റെ വില കൂടും. അപ്പം ഇന്ത്യൻ റുപ്പി ഒരുപാട് ഡിമാൻഡ് ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പിക്ക് അപ്രീസിയേഷൻ സംഭവിക്കാം. ഇനി ഇന്ത്യ ഒരുപാട് ഇമ്പോർട്ട് ചെയ്യുകയാണ്, അതായത് ഇന്ത്യ എന്ത് ചെയ്യാണ്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം, അവിടെ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് US ഡോളർ ആവശ്യമാണ്. അപ്പൊ US ഡോളറിന്റെ ഡിമാൻഡ് കൂടും. അപ്പൊ US ഡോളർ അപ്രീഷിയേറ്റ് ചെയ്യും, ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഈ അപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ നടക്കുന്നത് മാർക്കറ്റ് ഫോഴ്സസിൽ ഉണ്ടാകുന്ന ഡിഫറൻസിലാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് ഫോഴ്സസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് അപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ സംഭവിക്കുക. ഒരു സാധനത്തിന്റെ ഡിമാൻഡ് കൂടിയാൽ ആ സാധനത്തിന്റെ വില കൂടും. അപ്പം ഡൊമസ്റ്റിക് കറൻസിക്കാണ് ഡിമാൻഡ് കൂടുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ആ ഡൊമസ്റ്റിക് കറൻസിന്റെ വാല്യൂ കൂടുന്നു. ഇനി ഡൊമസ്റ്റിക് കറൻസിയുടെ ഡിമാൻഡ് കുറയുവാണെന്നുണ്ടെങ്കിൽ അതെന്ത് സംഭവിക്കും, ഡിപ്രീഷിയേറ്റ് ചെയ്യും. ഇനി
ഫോറിൻ കറൻസിന്റെ ഡിമാൻഡ് ആണ് കൂടുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഫോറിൻ കറൻസി അപ്രീഷിയേറ്റ് ചെയ്യും, ഡൊമസ്റ്റിക് കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്യും. ഇനി സപ്ലൈയിലെ നമുക്ക് പറയാം, സപ്ലൈനെ ബേസ് ചെയ്തിട്ട് പറയാം. ഡൊമസ്റ്റിക് കറൻസി ഒരുപാട് സപ്ലൈ ആണ് മാർക്കറ്റിൽ, അല്ലെങ്കിൽ റുപ്പി ഒരുപാടുണ്ട് ഫോറിൻ മാർക്കറ്റിൽ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? സപ്ലൈ കൂടുതലുള്ള സാധനത്തിന് വില കുറവായിരിക്കും അല്ലെ, അപ്പം റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യും. ഇനി ഡൊമസ്റ്റിക് ഏതാണ്? ഫോറിൻ കറൻസി അല്ലെങ്കിൽ ഡോളർ വളരെ കുറവാണ് സപ്ലൈയിൽ. അപ്പൊ ഡോളറിന്റെ അവൈലബിലിറ്റി മാർക്കറ്റിൽ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഡോളർ അപ്രീഷിയേറ്റ് ചെയ്യും, റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യും. അപ്പൊ ഈ സപ്ലൈ ഡിമാൻഡ് ഇന്ററാക്ഷൻസ് ആണ് അവിടെ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. മാർക്കറ്റ് ഫോഴ്സസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും. അത് ബേസിക് ഡിമാൻഡ് സപ്ലൈ ഇന്ററാക്ഷൻസ്. ഒരു സാധനത്തിന്റെ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ അതിന്റെ വാല്യൂ കൂടുതലായിരിക്കും, ഒരു സാധനത്തിന്റെ സപ്ലൈ കൂടുതലാണെങ്കിൽ അതിന്റെ വാല്യൂ കുറവായിരിക്കും. അപ്പം ഈ ഒരു മെക്കാനിസം ആണ് ഓരോ രാജ്യത്തിന്റെ കറൻസീസിനും അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും സംഭവിക്കുന്നത്. അപ്പൊ ഇത് കൂടാതെ മറ്റ് ഒഫീഷ്യൽ ആയിട്ട് ഈ പറയുന്ന എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന അഡ്ജസ്റ്റ്മെന്റിനെയാണ് നമ്മൾ ഡീവാലുവേഷൻ ആൻഡ് റീവാലുവേഷൻ എന്ന് വിളിക്കുക. അപ്പം മറ്റ് രണ്ട് ടേമുകളാണ് ഡീവാലുവേഷനും അതുപോലെ തന്നെ റീവാലുവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അപ്പുറത്ത് പറഞ്ഞിരിക്കുന്ന സിമിലർ ആയിട്ടുള്ള ചേഞ്ചസ് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഡീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമസ്റ്റിക് കറൻസിന്റെ വാല്യൂവിനെ അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കറൻസിയുടെ വാല്യൂവിനെ ഡിക്രീസ് ചെയ്യുന്നതിനെയാണ് ഡീവാലുവേഷൻ എന്ന് വിളിക്കുക. പക്ഷെ ഇത് ഡിക്രീസ് ചെയ്യുന്നത് എന്താണ്? ഡെലിബറേറ്റ്ലി ഗവൺമെന്റോ അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതായത് അപ്പുറത്ത് എന്തായിരുന്നു? വളരെ ഫ്രീ ആയിട്ടുള്ള മാർക്കറ്റ് ഫോഴ്സസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആയിരുന്നു അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും സംഭവിച്ചത്. പക്ഷെ ഡീവാലുവേഷൻ റീവാലുവേഷനും എന്താണ്? ഗവൺമെന്റോ അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടോ ഡെലിബറേറ്റ്ലി ഈ പറയുന്ന മാർക്കറ്റ് ഫോഴ്സസിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഈ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന ഡിക്രീസിനെയാണ് നമ്മൾ ഡീവാലുവേഷൻ അല്ലെങ്കിൽ റീവാലുവേഷൻ എന്ന് വിളിക്കുക. അപ്പം നേരത്തെ അപ്പുറത്ത് എന്തായിരുന്നു? ഗവൺമെന്റ് ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാതെ വളരെ നാച്ചുറൽ ആയിട്ട് മാർക്കറ്റ് ഇന്ററാക്ഷൻസ് വഴി നടത്തുന്ന ചേഞ്ച്. ഇവിടെ എന്താണ്? ഗവൺമെന്റ് ഡെലിബറേറ്റ്ലി ഇത് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, ഈ ഡിമാൻഡും സപ്ലൈ അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ട് ഈ കറൻസിന്റെ വാല്യൂവിനെ എന്ത് ചെയ്യാണ്? അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതിനെയാണ് ഡീവാലുവേഷൻ ആൻഡ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഡീവാലുവേഷൻ ആണെങ്കിൽ എന്താണ്? എ ഡെലിബറേറ്റ് റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് country's currency by the government or central bank under the fixed exchange rate system. അപ്പൊ യൂഷ്വലി നമ്മൾ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലാണ് നമ്മൾ ഈ ഒരു ഡീവാലുവേഷൻ ആൻഡ് റീവാലുവേഷൻ കാണുന്നത്. അപ്പം ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റ് ഡെലിബറേറ്റ്ലി അവരുടെ കറൻസിന്റെ വാല്യൂവിനെ കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ ഡീവാലുവേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഡീവാലുവേഷൻ ആണെങ്കിലും ഡിപ്രീസിയേഷൻ ആണെങ്കിലും യൂഷ്വലി അവിടെ എന്ത് സംഭവിക്കാറുണ്ട്? ഈ എക്സ്പോർട്ട് ചീപ്പർ ആവും. അതായത് ഈ ഡീവാലുവേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ രണ്ടും ഫോർമാറ്റ് മീനിങ് സെയിം ആണ്. എന്താണ്? ഡൊമസ്റ്റിക് കറൻസിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതാണ് ഡീവാലുവേഷനോ ഡിപ്രീസിയേഷനോ. പക്ഷെ ഡീവാലുവേഷൻ ആവുമ്പോൾ അത് ഗവൺമെന്റ് ഒഫീഷ്യലി നടത്തുന്ന ആക്ടിവിറ്റിയാണ്, മറ്റത് മാർക്കറ്റ് ഫോഴ്സസ് വഴി നടക്കുന്നതാണ്. അപ്പം ഡീവാലുവേഷൻ ആണെങ്കിലും ഡിപ്രീസിയേഷൻ ആണെങ്കിലും എന്ത് സംഭവിക്കുന്നു? അവിടുത്തെ എക്സ്പോർട്ട് ചീപ്പർ ആകും, ഇമ്പോർട്ട് കോസ്റ്റ്ലിയർ ആകും. അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ ആക്ച്വലി എങ്ങനെ ഈ എക്സ്പോർട്ട് ചീപ്പർ ആകുന്നു ഡീവാലുവേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ എക്സ്പോർട്ട് ചീപ്പർ ആകുന്നു, ഇമ്പോർട്ട് കോസ്റ്റ്ലിയർ ആകുന്നു. അതായത് നമുക്കറിയാം ഒരു ഡൊമസ്റ്റിക് കറൻസിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡീവാലുവേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുക. ഒഫീഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്, അത് ഡീവാലുവേഷനാണ്. അപ്പൊ എന്താണ്? ഫോറിൻ സിറ്റിസൺസിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഫോറിനേഴ്സിനെ അപേക്ഷിച്ച് അവരുടെ കറൻസിക്ക് വാല്യൂ കൂടി, ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കുറഞ്ഞു. അപ്പൊ അവരെന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞ സിറ്റുവേഷൻ, ഇനിഷ്യലി 85 രൂപ കൊടുത്താലാണ് $1 കിട്ടിയത്. ഇപ്പൊ 90 രൂപ കൊടുത്താൽ $1 കിട്ടും. 90 രൂപ. അപ്പൊ എന്താ സംഭവം? ആദ്യം 85 രൂപ $1 യൂസ് ചെയ്ത് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് 85 രൂപയുടെ പ്രൊഡക്റ്റേ മേടിക്കാൻ സാധിക്കത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ്? $1 സെയിം $1 കൊടുത്തു കഴിഞ്ഞാൽ 90 രൂപയുടെ സാധനം ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യാൻ സാധിക്കുന്നു. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനിഷ്യലി അതായത് ഡീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സംഭവിക്കുന്നത്? 85 രൂപയായിരുന്നു $1. ഇപ്പൊ അതെന്തായി? 90 രൂപയാണ് $1 അല്ലെ? അപ്പൊ ഇതാണ് ഡീവാലുവേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ. അത് ഒഫീഷ്യലി ചെയ്യുന്നതുകൊണ്ടാണ് ഡീവാലുവേഷൻ നമ്മൾ വിളിക്കുക. അതായത് ഒരു ഫോറിനറെ അപേക്ഷിച്ച് $1 കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് 85 രൂപയുടെ പ്രൊഡക്റ്റേ ആദ്യം മേടിക്കാൻ സാധിക്കത്തുള്ളായിരുന്നു. പക്ഷെ ഈ ഡിവാലുവേഷൻ സംഭവിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു? $1 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് 90 രൂപയുടെ സാധനങ്ങൾ ബൈ ചെയ്യാൻ സാധിക്കുന്നു. അതായത് കമ്പാരിറ്റീവ്ലി
ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ചീപ്പർ ആയിട്ട് മാറുകയാണ്. അപ്പം ഈ ഡീവാലുവേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ എന്താ ആക്ച്വലി ചെയ്യുന്നത്, ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റിനെ ചീപ്പർ ആക്കുവാണ്. അത് ഇന്ത്യൻ റുപ്പിയുടെ കേസിലാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇന്ത്യൻ മാർക്കറ്റ് ചീപ്പർ ആകുവാണ്. അത് എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ എക്കോണമിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്സ്പോർട്ടിനെ ബൂസ്റ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതായത് ഡീവാലുവേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യുന്നു, ഈ എക്സ്പോർട്ടിനെ ചീപ്പർ ആക്കുന്നു, അല്ലെ? എക്സ്പോർട്ട് ചെയ്യുന്നത് മറ്റ് കൺട്രീസിലേക്കാണ്. അപ്പം നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറഞ്ഞത് കൊണ്ട് നമ്മുടെ മാർക്കറ്റ് വളരെ ചീപ്പർ ആകുന്നു. ഇത് നമ്മുടെ എക്സ്പോർട്ടിനെ ബൂസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താ, ഡീവാലുവേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്പോർട്ടിനെ കോസ്റ്റ്ലിയർ ആക്കുവാണ്. കാരണം എന്താ, ഫോറിൻ മാർക്കറ്റ് നമുക്കിപ്പോ കോസ്റ്റ്ലിയർ ആയി, കാരണം നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറഞ്ഞു. അപ്പൊ നമുക്ക് 85 രൂപ കൊടുത്താൽ $1 കിട്ടിയേനെ നേരത്ത്. ഇപ്പൊ നമുക്ക് $1 കിട്ടണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം, 90 രൂപ കൊടുക്കണം. അപ്പൊ നമുക്ക് ഇമ്പോർട്ട് എന്താണ്, കോസ്റ്റ്ലിയർ ആവുകയാണ്, എക്സ്പോർട്ട് ചീപ്പർ ആവുകയാണ്. ഏത് സിറ്റുവേഷനിൽ, ഡീവാലുവേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ നടക്കുന്ന സമയത്ത്. ആകെയുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ഒഫീഷ്യലി അഡ്ജസ്റ്റ് ചെയ്താൽ അത് ഡീവാലുവേഷൻ ആണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡീവാലുവേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് വന്ന് ചുമ്മാ ഞങ്ങളുടെ കറൻസിയുടെ വാല്യൂ ഞങ്ങൾ കുറയ്ക്കുകയാണെന്ന് ചുമ്മാ പറയുന്നതല്ല. അവിടെ ഗവൺമെന്റ് ഡെലിബറേറ്റ്ലി ചില മാനിപ്പുലേഷൻസ് നടത്തും. എന്തിനെ, ഈ പറയുന്ന കറൻസിന്റെ ഡിമാൻഡിനെ സപ്ലൈനെ. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യണം. എന്തിനു വേണ്ടിയാ, പലപ്പോഴും അവർക്ക് അവരുടെ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചില സമയങ്ങളിൽ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ എന്ത് ചെയ്യാറുണ്ട്, ഗവൺമെന്റ്സ് ഡെലിബറേറ്റ്ലി ഈ വാല്യൂസിനെ കുറയ്ക്കാറുണ്ട്. അപ്പൊ ഡെലിബറേറ്റ്ലി ഈ ഡിവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, ആ രാജ്യത്തിന്റെ എക്സ്പോർട്ട് ബൂസ്റ്റ് ആവും, അല്ലെ? അപ്പം ഈ ഒരു ഡീവാലുവേഷൻ നടക്കാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, അവരുടെ കയ്യിലുള്ള ഡൊമസ്റ്റിക് കറൻസിനെ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കറൻസിനെ മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്നു. അപ്പം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ഡൊമസ്റ്റിക് കറൻസി മാർക്കറ്റിൽ ഇൻക്രീസ് ചെയ്യുകയാണ്, കറൻസി ഒരുപാട് സപ്ലൈ കൂടുവാണ്. ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഫോറിൻ ഡോളേഴ്സിനെ, ഇന്ത്യ ആണെങ്കിൽ ഡോളേഴ്സിനെ എന്ത് ചെയ്യുന്നു, ഈ ഗവൺമെന്റ് ബൈ ചെയ്യുന്നു. അപ്പം മാർക്കറ്റില് ഡൊമസ്റ്റിക് കറൻസിന്റെ സപ്ലൈ കൂടുന്നു, ഫോറിൻ കറൻസിന്റെ സപ്ലൈ കുറയുന്നു, അല്ലെങ്കിൽ ഫോറിൻ കറൻസിയുടെ അവൈലബിലിറ്റി കുറയുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ത് സംഭവിക്കും, ഡൊമസ്റ്റിക് കറൻസിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു. സപ്ലൈ കൂടുതലല്ലേ ഡൊമസ്റ്റിക് കറൻസി, അല്ലെങ്കിൽ സെല്ല് ചെയ്തിരിക്കുക, ഗവൺമെന്റ് സെല്ല് ചെയ്യാണ് ഡൊമസ്റ്റിക് കറൻസി ചെയ്തിരിക്കുന്നത്, ഡൊമസ്റ്റിക് കറൻസി മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരുപാട് ഡൊമസ്റ്റിക് കറൻസിയുടെ സപ്ലൈ വരുന്നത് കൊണ്ട് അതിന്റെ വാല്യൂ കുറയുന്നു. ഇതുപോലെ തന്നെ ഫോറിൻ കറൻസി മാർക്കറ്റിൽ നിന്ന് അവർ ബൈ ചെയ്തിരുന്നു. അപ്പം ഫോറിൻ കറൻസിയുടെ അവൈലബിലിറ്റി മാർക്കറ്റിൽ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോറിൻ കറൻസിയുടെ വാല്യൂ കൂടുന്നു. അപ്പം എന്താണ്, ഡൊമസ്റ്റിക് കറൻസിക്ക് ഡിപ്രീസിയേഷനും ഫോറിൻ കറൻസിക്ക് അപ്രീസിയേഷനും ഇവിടെ സംഭവിക്കുന്നു. അപ്പം ഇങ്ങനെ ഈ ഒരു ആക്ഷൻസ് വഴിയാണ് ഗവൺമെന്റ് ഡെലിബറേറ്റ്ലി അവിടെ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കറൻസിന്റെ വാല്യൂവിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഡീവാലുവേഷൻ ആണെങ്കിൽ മാർക്കറ്റിലേക്ക് ഡൊമസ്റ്റിക് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് സപ്ലൈ കൂട്ടുന്നു ഡൊമസ്റ്റിക് കറൻസിയുടെ, ഫോറിൻ കറൻസിന്റെ സപ്ലൈ കുറയ്ക്കാൻ അത് കൂടുതലും ബൈ ചെയ്ത് വെക്കുന്നു. അപ്പൊ ഡൊമസ്റ്റിക് കറൻസിക്ക് ഡീവാലുവേഷനും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഡിപ്രീസിയേഷനും ഫോറിൻ കറൻസിക്ക് അപ്രീസിയേഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഈ ആക്ഷനിലൂടെയാണ് ഇവിടെ ഡീവാലുവേഷൻ നടക്കുന്നത്. അപ്പൊ സിമിലർ ആയിട്ടുള്ള മീനിങ് ആണ് ഇപ്പുറത്തും വരിക. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവൺമെന്റിന് അവരുടെ കറൻസിയുടെ വാല്യൂവിനെ അപ്രീഷിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ കറൻസിയുടെ വാല്യൂവിനെ കൂട്ടണം. അപ്പം ആ ഒഫീഷ്യലി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഈ കറൻസിന്റെ വാല്യൂവിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു, അവര് ഡൊമസ്റ്റിക് കറൻസിനെ മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യുന്നു, ഫോറിൻ കറൻസിനെ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്തോ, ഫോറിൻ കറൻസിയുടെ സപ്ലൈ മാർക്കറ്റിൽ കൂടി, അപ്പൊ ഫോറിൻ കറൻസിയുടെ വാല്യൂ കുറയുന്നു. ഡൊമസ്റ്റിക് കറൻസിയുടെ സപ്ലൈ മാർക്കറ്റ് കുറവാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഡൊമസ്റ്റിക് കറൻസിക്ക് അപ്രീസിയേഷനും ഫോറിൻ കറൻസിക്ക് ഡിപ്രീസിയേഷനും സംഭവിക്കുന്നു. ഈ ഒരു ആക്ഷനിലൂടെ അവിടെ ഡൊമസ്റ്റിക് കറൻസിയുടെ റീവാലുവേഷനും നടക്കുന്നു. അപ്പം റീവാലുവേഷനും ഡീവാലുവേഷനും നടക്കുന്നത് എങ്ങനെയാണ്, ഈ പറയുന്ന ഡിമാൻഡ് സപ്ലൈനെ ഡെലിബറേറ്റ്ലി ഗവൺമെന്റ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഡീവാലുവേഷൻ അല്ലെങ്കിൽ റീവാലുവേഷൻ എന്ന് വിളിക്കുക. അപ്പം ഇവിടെ ഡീവാലുവേഷൻ സംഭവിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റീവാലുവേഷൻ ഇവിടെ സംഭവിക്കുക. റീവാലുവേഷൻ സംഭവിക്കുമ്പോൾ എന്താ, നമ്മുടെ കറൻസിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തു, അതിനർത്ഥം ഫോറിനേഴ്സ് നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റ്ലിയർ ആകുന്നു. അപ്പൊ എക്സ്പോർട്ട് എന്ന് പറയുന്നത് കോസ്റ്റ്ലിയർ ആവും. ഇനി നമുക്ക് എന്ത് സംഭവിക്കും, നമ്മുടെ ഇമ്പോർട്ട് എന്ന് പറയുന്നത് ചീപ്പർ ആകുന്നു. ഡീവാലുവേഷൻ ആണെങ്കിൽ എക്സ്പോർട്ട് ചീപ്പറും ഇമ്പോർട്ട് കോസ്റ്റ്ലിയറും ആയിരുന്നു. പക്ഷെ റീവാലുവേഷനിലേക്ക് വരുമ്പം എക്സ്പോർട്ട് കോസ്റ്റ്ലിയറും ഇമ്പോർട്ട് ചീപ്പറും ആകുന്നു. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം.
നിങ്ങളൊന്ന് നോക്കുക. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. 4 ടേംസുകളാണ്. ഒന്ന് എന്താണ്, ഏറ്റവും ആദ്യം നമ്മൾ കണ്ടത് അപ്രീസിയേഷൻ ആണ്. ഒരു ഡൊമസ്റ്റിക് കറൻസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അപ്രീസിയേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഡൊമസ്റ്റിക് കറൻസിക്ക് അപ്രീഷിയേഷൻ സംഭവിച്ചാൽ ഉറപ്പായിട്ടും ഫോറിൻ കറൻസിക്ക് ഡിപ്രീഷിയേഷൻ സംഭവിക്കണം. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്തത് 85 rupees = $1 ആയിരുന്നു ഇനിഷ്യലി. അതെന്താകുന്നു 80 rupees for $1 ആയി കഴിഞ്ഞാൽ അത് അപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ്, ഒരു ഡൊമസ്റ്റിക് കറൻസിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുക. അതായത് 85 രൂപ കൊടുത്താലായിരുന്നു ഇനിഷ്യലി $1 കിട്ടിയിരുന്നത്. ഇപ്പം $1 കിട്ടണമെങ്കിൽ നിങ്ങൾ 90 രൂപ കൊടുക്കണം. ഇതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ. അപ്പം അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും സംഭവിക്കുന്നത് മാർക്കറ്റിലെ ഡിമാൻഡ് സപ്ലൈ ഇന്ററാക്ഷൻസ് വഴിയാണ്, അല്ലെങ്കിൽ ഡിമാൻഡ് സപ്ലൈയിൽ ഉണ്ടാകുന്ന അഡ്ജസ്റ്റ്മെന്റ് വഴിയാണ്. ഒരു പ്രൊഡക്റ്റിന്റെ സപ്ലൈ കൂടിയാൽ അതിന്റെ എന്തായിരിക്കും, പ്രൈസ് കുറയും. അപ്പം ഒരു കറൻസിയുടെ സപ്ലൈ കൂടിയാൽ അതിന്റെ പ്രൈസ് കുറയും, അതിന് ഡിപ്രീസിയേഷൻ സംഭവിക്കും. ഇനി ഒരു കറൻസിയുടെ സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് അപ്രീസിയേഷൻ സംഭവിക്കും. ഇനി ഒരു കറൻസിയുടെ ഡിമാൻഡ് കൂടിയാൽ എന്ത് സംഭവിക്കും, അതിന്റെ വാല്യൂ കൂടും, അതായത് അതിന്റെ അപ്രീസിയേഷൻ സംഭവിക്കും. ഇനി ഡിമാൻഡ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, ഡിപ്രീസിയേഷൻ സംഭവിക്കും. അപ്പൊ ഇങ്ങനെ ഈ സപ്ലൈ ഡിമാൻഡ് ഇന്ററാക്ഷൻസ് ആണ് അപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ സംഭവിക്കുക. അപ്പം ഗവൺമെന്റ് ഡെലിബറേറ്റ്ലി ഈ പറയുന്ന ഡിമാൻഡിനെ സപ്ലൈനെയും കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് ഡീവാലുവേഷൻ അല്ലെങ്കിൽ റീവാലുവേഷൻ എന്ന് വിളിക്കുക. ഡീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഡൊമസ്റ്റിക് കറൻസിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതിനെയാണ് ഡീവാലുവേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഡീവാലുവേഷൻ സംഭവിക്കുമ്പോൾ എക്സ്പോർട്ട് ചീപ്പറും ഇമ്പോർട്ട് കോസ്റ്റ്ലിയറും ആണ്. കാരണം എന്താണ്, ഡീവാലുവേഷനിൽ ഡൊമസ്റ്റിക് കറൻസിന്റെ പവർ കുറഞ്ഞു, വാല്യൂ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫോറിനേഴ്സിനെ അപേക്ഷിച്ച് ഏതാണ് ഈ പറയുന്ന ഇന്ത്യൻ സിറ്റുവേഷൻ ആണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ചീപ്പർ ആകുന്നു, അവര് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു, എക്സ്പോർട്ട് കൂടുതൽ ഉണ്ടാകുന്നു. പക്ഷെ ഇന്ത്യൻ സിറ്റിസൺസിനെ അപേക്ഷിച്ച് ഫോറിൻ പ്രൊഡക്റ്റുകൾ കോസ്റ്റ്ലിയർ ആവുകയാണ്, കാരണം ഡീവാലുവേഷൻ ആണ് നടന്നിരിക്കുന്നത്. അപ്പം ഇമ്പോർട്ട് കോസ്റ്റ്ലിയർ ആകുന്നു. റീവാലുവേഷനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും എന്താണ്, ആ രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് കറൻസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. അപ്പം എന്താണ്, ഫോറിനേഴ്സിന് ഇന്ത്യൻ മാർക്കറ്റ് കോസ്റ്റ്ലിയർ ആകുന്നു, പക്ഷെ ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺസിന് ചീപ്പർ ആകുന്നു. അപ്പം ഈ റീവാലുവേഷനും ഡീവാലുവേഷനും നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം, അവിടെ ഗവൺമെന്റ് ചില ആക്ഷൻസ് എടുക്കേണ്ടതുണ്ട്. ഡീവാലുവേഷൻ നടക്കണമെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് നമ്മുടെ ഡൊമസ്റ്റിക് കറൻസിയുടെ ഡീവാലുവേഷൻ നടക്കണമെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, ഡൊമസ്റ്റിക് കറൻസിനെ മാക്സിമം മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്നു, ഫോറിൻ കറൻസിനെ മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യുന്നു. അപ്പം സപ്ലൈ കൂടിയത് കൊണ്ട് തന്നെ ഡൊമസ്റ്റിക് കറൻസിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു. ഇനി ഇപ്പുറത്ത് റീവാലുവേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, അവര് ഡൊമസ്റ്റിക് കറൻസിനെ മാക്സിമം മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യുന്നു, ഫോറിൻ കറൻസിനെ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്നു. അവിടെ റീവാലുവേഷനും നടക്കുന്നു. ഈ ടേമുകൾ ക്ലിയർ ആണോ പറഞ്ഞത്? ഇത്രയും പറഞ്ഞിരിക്കുന്ന ടേമുകൾ ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരാം. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. അപ്രീസിയേഷൻ ഓഫ് ഡൊമസ്റ്റിക് കറൻസി മീൻസ് എ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് ഡൊമസ്റ്റിക് കറൻസി. അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് കറൻസിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വളരെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്രീസിയേഷൻ എന്തായിരുന്നു, ഡൊമസ്റ്റിക് കറൻസിയുടെ പ്രൈസിനെ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഡൊമസ്റ്റിക് കറൻസിക്ക് അപ്രീസിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്തുവാ, ഫോറിൻ കറൻസിക്ക് ഡിപ്രീസിയേഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി അപ്രീസിയേഷൻ ലീഡ് ടു ഇൻക്രീസ് ഇൻ ദ എക്സ്പോർട്ട്. അപ്രീസിയേഷൻ സംഭവിച്ചാൽ എക്സ്പോർട്ട് കൂടുന്നാ പറയുന്നത്. ഡൊമസ്റ്റിക് കറൻസി അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാണ്, ഈ പറയുന്ന മാർക്കറ്റ്, ഡൊമസ്റ്റിക് കറൻസിയുടെ മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പി ആണെങ്കിൽ ഇന്ത്യൻ റുപ്പിയുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫോറിനേഴ്സിനെ അപേക്ഷിച്ച് കോസ്റ്റ്ലിയർ ആവുക. അപ്പൊ ഒരിക്കലും അപ്രീസിയേഷൻ എന്ത് ചെയ്യത്തില്ല, ഇവിടുത്തെ എക്സ്പോർട്ട് കൂട്ടില്ല. കാരണം എന്താ, അപ്രീസിയേഷൻ എക്സ്പോർട്ടിനെ കുറയ്ക്കുക ചെയ്യുന്നത്. അപ്പം ഇന്ത്യൻ റുപ്പിയുടെ കേസ് ആണെങ്കിൽ ഇന്ത്യൻ റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. അതായത് ഇനിഷ്യലി 85 രൂപ കൊടുത്താലായിരുന്നു $1 കിട്ടുന്നത്, ഇപ്പൊ 80 രൂപ കൊടുത്താൽ $1 കിട്ടും. ഈ സിറ്റുവേഷൻ അല്ലേ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അപ്രീസിയേഷൻ സംഭവിച്ചാൽ എന്താ സംഭവിക്കുന്നത്, നമുക്ക് എക്സ്പോർട്ട് അല്ല ചീപ്പർ ആകുന്നത്, എന്താണ്, ഇമ്പോർട്ട് ആണ് ചീപ്പർ ആകുന്നത്. എക്സ്പോർട്ട് അവിടെ എന്ത് സംഭവിക്കും, എക്സ്പോർട്ട് കുറയും, അല്ലെങ്കിൽ എക്സ്പോർട്ട് കൂടില്ല, എക്സ്പോർട്ട് കുറയുവാണ് ചെയ്യുന്നത്. ഇനി അവിടെ കൂടുന്നത് എന്താണ്, ഇമ്പോർട്ട് ആണ് അപ്രീസിയേഷൻ വന്നു കഴിഞ്ഞാൽ കൂടുക. അതായത് നമുക്ക് ഇന്ത്യൻസിനെ അപേക്ഷിച്ച് എന്താണ്, ഫോറിൻ മാർക്കറ്റ് ചീപ്പർ ആകുക, നമ്മുടെ കറൻസിയുടെ വാല്യൂ കൂടി. ഇപ്പം 80 രൂപ കൊടുത്താൽ മതി $1 കിട്ടാൻ. അപ്പം അപ്രീസിയേഷൻ എന്താണ്, എക്സ്പോർട്ടിനെ കുറയ്ക്കുക ചെയ്യുന്നത്, അല്ലാതെ കൂട്ടുവല്ല. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായതുകൊണ്ട് നമുക്ക് ഡയറക്ട്ലി ആൻസർ ചെയ്യാം, എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ്
ഫോൾസ് എന്നുള്ള അല്ലെങ്കിൽ എ ഈസ് ട്രൂ ആൻഡ് ബട്ട് ആർ ഈസ് ഫോൾസ് എന്നുള്ള ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ട് വരിക. ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളൊന്ന് തിങ്ക് ചെയ്യണം. ചുമ്മാ കുറെ ഡെഫിനിഷൻ കാണാതെ പഠിച്ചിട്ട് ഇതുകൊണ്ട് പ്രയോജനമില്ല. ഒന്ന് തിങ്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റൂ. അതായത് ഡൊമസ്റ്റിക് കറൻസി അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിനർത്ഥം എന്താണ്? ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ, അപ്പൊ നമ്മൾ ഇന്ത്യൻസ് ആണെങ്കിൽ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കൂടി. അപ്പൊ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇനിഷ്യലി 85 രൂപ കൊടുത്താൽ $1 കിട്ടുമായിരുന്നു. ഇപ്പൊ 80 രൂപ കൊടുത്താൽ മതി $1 കിട്ടാൻ. അപ്പം ഇനി നേരെ തിരിച്ച്, അപ്പൊ ഫോറിനേഴ്സിനെ അപേക്ഷിച്ച് എന്താണ്? ഇനീഷ്യലി 85 രൂപയുടെ സാധനങ്ങളെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യായിരുന്നു. ഇപ്പൊ 80 രൂപയുടെ സാധനങ്ങളെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ $1 കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ എക്സ്പോർട്ടിനെ അത് ഒരിക്കലും കൂട്ടത്തില്ല. നമ്മുടെ മാർക്കറ്റ് കോസ്റ്റ്ലിയർ ആയിരിക്കുക. അപ്പൊ എക്സ്പോർട്ടിനെ അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്രീസിയേഷൻ. പക്ഷെ ഇന്ത്യൻസിനെ അപേക്ഷിച്ച് എന്താണ്? $1 കിട്ടണമെങ്കിൽ ഇപ്പൊ 80 രൂപ കൊടുത്താൽ മതി. നേരത്തെ 85 രൂപ കൊടുക്കണമായിരുന്നു. അപ്പൊ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? 80 രൂപ കൊടുത്താൽ $1 കമ്മോഡിറ്റീസ് നമുക്ക് ഫോറിൻ മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യാൻ ഇപ്പൊ സാധിക്കും. നേരത്തെ 85 രൂപ കൊടുത്താലേ $1 കമ്മോഡിറ്റീസ് ഫോറിൻ മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യാൻ സാധിക്കും. അപ്പം ഇമ്പോർട്ട് ചീപ്പർ ആക്കും, എക്സ്പോർട്ട് കോസ്റ്റ്ലിയർ ആക്കും. എവിടെ? അപ്രീസിയേഷനിൽ. ഡിപ്രീസിയേഷനിലാണെങ്കിൽ എന്തായിരിക്കും? എക്സ്പോർട്ട് ചീപ്പർ ആക്കുന്നു, ഇമ്പോർട്ട് കോസ്റ്റ്ലിയർ ആക്കുന്നു. അല്ലെങ്കിൽ എക്സ്പോർട്ടിനെ അത് കൂട്ടുന്നു, ഇമ്പോർട്ടിനെ കുറയ്ക്കുന്നു. എവിടെ? ഡിപ്രീസിയേഷനിൽ. അപ്രീസിയേഷനിൽ നേരെ തിരിച്ച് എക്സ്പോർട്ടിനെ റെഡ്യൂസ് ചെയ്യുന്നു, ഇമ്പോർട്ടിനെ കൂട്ടുവാണ് എവിടെ ചെയ്യുന്നത്? അപ്രീസിയേഷനിൽ സംഭവിക്കുക. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ട് വരിക. അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അവിടെ ഉണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ അസേർഷൻ റീസൺ തന്നെയാണ്. Depreciation of domestic currency lead to rise in the export. Reason: depreciation of domestic currency make the domestic currency relatively cheaper, which lead to increase in the export. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, depreciation of domestic currency lead to rise in export. വളരെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ കുറഞ്ഞു. അപ്പൊ ഫോറിനേഴ്സിനെ അപേക്ഷിച്ച് ഈ ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്താണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ മാർക്കറ്റ് എന്താണ്? വളരെ ചീപ്പർ ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ പ്രൊഡക്റ്റുകൾ അവർ കൂടുതൽ ബൈ ചെയ്യുന്നു. അതായത് നേരത്തെ ഏതാണ് $1 കൊടുത്താൽ 85 രൂപയുടെ പ്രൊഡക്റ്റ് മേടിക്കാൻ സാധിക്കത്തുള്ളായിരുന്നു. ഇപ്പൊ $1 കിട്ടിയാൽ 90 രൂപയുടെ പ്രൊഡക്റ്റുകൾ മേടിക്കാൻ സാധിക്കും. അതല്ലേ ഡിപ്രീസിയേഷൻ? അപ്പം എന്താണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഡിപ്രീസിയേഷൻ ഓഫ് ഡൊമസ്റ്റിക് കറൻസി മേക്ക് ഡൊമസ്റ്റിക് കറൻസി റിലേറ്റീവ്ലി ചീപ്പർ. എക്സാക്ട്ലി കറക്റ്റാ. വിച്ച് ലീഡ് ടു ഇൻക്രീസ് ഇൻ ദ എക്സ്പോർട്ട്. എക്സാക്ട്ലി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും പറഞ്ഞിരിക്കുന്ന റൈറ്റ് ആണ്. അതുപോലെ തന്നെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിന്റെ റീസൺ തന്നെയാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഇൻഡിവിജ്വലി രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇൻഡിവിജ്വലി കറക്റ്റ് ആണ് രണ്ടും കറക്റ്റ് ആണെങ്കിൽ എന്താ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ റീസൺ ആണോ എന്ന് നോക്കുക. അതല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യുക? ഡിപ്രീസിയേഷൻ ഓഫ് ഡൊമസ്റ്റിക് കറൻസി ലീഡ് ടു റൈസ് ഇൻ എക്സ്പോർട്ട് ബിക്കോസ് depreciation of domestic currency make domestic currency relatively cheaper which lead to increase in the export. അപ്പൊ ആ ഒരു ബിക്കോസ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? റീസൺ തന്നെയാണ്. അപ്പം ഇവിടെ രണ്ടും റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ റീസൺ തന്നെയാണ്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് റീസൺ തന്നെയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ബോത്ത് assertion and reason are true and reason is the correct explanation of assertion. അപ്പം ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ട് വരിക. ഓക്കെ, ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പം ഇനി നമുക്ക് കാണേണ്ടത് ഈ പറയുന്ന എക്സ്ചേഞ്ച് റേറ്റിന്റെ ഇമ്പോർട്ടൻസ്. എക്സ്ചേഞ്ച് റേറ്റ് അഫക്ട് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ഏരിയാസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയില് ഈ എക്സ്ചേഞ്ച് റേറ്റ് അഫക്ട് ചെയ്യും. അതുപോലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ്സിനെ അഫക്ട് ചെയ്യും. അത് ഓൾറെഡി നമ്മളിപ്പോ കണ്ടു. പിന്നെ വാല്യൂ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, ഒരു രാജ്യങ്ങളുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിനെ ഈ എക്സ്ചേഞ്ച് റേറ്റ് അഫക്ട് ചെയ്യാറുണ്ട്. കറൻസി വാല്യൂ ഓഫ് എക്സ്റ്റേണൽ ഡെപ്റ്റ് പേയ്മെന്റ്, അതായത് നമുക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് എടുക്കുന്ന കടത്തിന്റെ വാല്യൂവിനെ എക്സ്ചേഞ്ച് റേറ്റ് അഫക്ട് ചെയ്യാറുണ്ട്. ട്രാവൽ കോസ്റ്റ് ഫോർ ടൂറിസ്റ്റുകളുടെ ട്രാവൽ കോസ്റ്റുകളിൽ ഈ എക്സ്ചേഞ്ച് റേറ്റ് അഫക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഏരിയാസിനെ അഫക്ട് ചെയ്യുന്ന ഒന്നാണ് ആക്ച്വലി എന്ത് നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന ഈ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ എക്സ്ചേഞ്ച് റേറ്റിനുള്ളത്. നിങ്ങൾക്ക് ക്ലിയർ ആണ്? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ? കാറ്റോ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് 1 or 2 minutes ഞാൻ എടുക്കുക. ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും എക്കണോമിക് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാംസുമാണ് ഈ ഒരു ചാനലിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടാകാം,
ഓൾറെഡി നമ്മുടെ വീഡിയോസ് കണ്ടവരുണ്ടാകാം. നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഓരോ ക്ലാസ്സസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രോത്സാഹനവുമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ UGC നെറ്റ് എക്കണോമിക്സ്, കേരള സെറ്റ് എക്കണോമിക്സ്, CUT PG എക്കണോമിക്സ്, ദെൻ കേരള PSCയിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ്, സ്പെസിഫിക്കലി HSST എക്കണോമിക്സ്, കൊളീജിയറ്റ് എക്സാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇത് കൂടാതെ ഈ എക്സാംസിനെല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സസ് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, നോട്ട്സ്, PPT, ടെസ്റ്റ് പേപ്പേഴ്സ്, അതുകൂടാതെ ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഓരോ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ചില ലൈവ് സെഷൻസ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ മെറ്റീരിയൽസും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോസിന്റെ അടിയിലും നമ്മുടെ നമ്പർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്